ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താ, ഇത് കർക്കിടക മാസമാണ്. ഇപ്പോഴാണ് ഈ മരുന്നുകളെല്ലാവരും കഴിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ആയുർവേദ മരുന്നുകൾ നമ്മുടെ ശരീരത്തെ പിടിക്കുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. ഏത് മരുന്നും, കഷായമായാലും തിരുമായാലും, അങ്ങനെ പല മരുന്നുകൾ ഈ കർക്കിടക മാസം ആൾക്കാർ കഴിക്കാറുണ്ട്. ആശുപത്രിയിൽ പോയി കിടന്ന് നമ്മൾ തിരുമാറുണ്ട്. അതൊക്കെ കർക്കിടകത്തിലാണ് ചെയ്യാറുള്ളത്. നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കർക്കിടക കഞ്ഞിയാണ് വരുന്നത്, മരുന്ന് കഞ്ഞി. കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇട്ട വീഡിയോയിൽ ആ ഫോൺ നമ്മുടെ ശരിയല്ലായിരുന്നു, ഒരു പഴയ ചെറിയ ഫോണായിരുന്നു, അതിലാണ് നമ്മൾ എടുത്തത്. അപ്പൊ ഇപ്പൊ ആൾക്കാർ പറഞ്ഞു ആ മരുന്നുകളൊന്നും കൃത്യമായിട്ട് അറിയാൻ വയ്യ, ക്ലിയർ ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു പുതിയ ഫോണിലാണ് ഇത് എടുക്കാൻ പോകുന്നത്. മരുന്നുകളൊക്കെ എന്നാണ് നമ്മുടെ ചുറ്റും, നമ്മുടെ പറമ്പുകളിലെല്ലാം ഉണ്ട് മരുന്ന്. പക്ഷെ ചിലർക്കൊന്നും ഈ മരുന്ന് ഏതാണെന്ന് അറിയാൻ വയ്യ. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇടാൻ പോകുന്ന മരുന്നുകളുടെ പേരും മരുന്ന് പറിക്കുന്നതും മരുന്ന് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ കർക്കിടകത്തിൽ കഞ്ഞി വെച്ച് നമ്മൾ കുറെ മരുന്ന് കഞ്ഞിയൊക്കെ, പണ്ടൊക്കെ ഞങ്ങളൊരു 10-20 ദിവസമൊക്കെ മരുന്ന് കഞ്ഞി വെച്ച് കുടിക്കുമായിരുന്നു. ഇപ്പൊ അത്രയൊന്നും ചെയ്യാൻ പറ്റൂല. എങ്കിലും നമ്മൾ കർക്കിടക മാസം ഒരു 4-5 ദിവസമെങ്കിലും ഇത്ര മരുന്ന് കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ മരുന്നുകൾ നമ്മൾ കാണിക്കും, നമുക്ക് ഇന്ന് കണ്ടുപിടിക്കുന്ന മരുന്നുകൾ വെച്ചിട്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പൊ ആ മരുന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ ചുറ്റുപാട് ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ അതിനെയൊക്കെ സംരക്ഷിക്കുക അല്ലെ. അപ്പൊ കാശ് കൊടുത്ത് മരുന്ന് വാങ്ങിക്കാതെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കാനുള്ള അടിപൊളി ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ള. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ ഇനി മരുന്ന് പറിക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇത് ഞങ്ങളുടെ വഴിയാണ് കേട്ടോ. അപ്പൊ ഈ വഴികൾ കടന്ന് ഞങ്ങൾ ഇനി ഇങ്ങനെ മരുന്ന് പറിക്കാൻ പോവുകയാണ്. ഇതാണ് തിരുതാളി, നമ്മൾ പറിച്ചെടുത്തേക്കുന്നതാണ്. ഇതൊക്കെ ഒന്നും ഇപ്പൊ കിട്ടാനില്ല കേട്ടോ. നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കി പറിച്ചെടുക്കുന്നതാണ്. ഇതിന് നല്ലൊരു വാസനയുണ്ട്, നല്ലൊരു പൂവൊക്കെ ഉണ്ട് ഇതിന്. അപ്പൊ ഇത് തിരിച്ചറിയാൻ ഒട്ടും വിഷമമില്ല. നമ്മൾ ഇല കുറച്ച് മണത്ത് നോക്കിയാൽ നല്ലൊരു വാസനയാണ് ഈ തിരുതാളിയുടെ ഇലയ്ക്ക്. പണ്ട് ഇവിടെ ആയിരുന്നു മരുന്ന് പറിക്കാർ. കർക്കിടക മാസം ആയാലും എപ്പോഴും ഇവിടെ ആൾക്കാരുണ്ട്, 8-10 പേരുണ്ട് മരുന്ന് പറിക്കാൻ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാനായിട്ട് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് മരുന്നൊക്കെ നമ്മള് ഇപ്പൊ വെള്ളം കയറിയോണ്ട് മരുന്ന് കുറെ പോയിട്ടുമുണ്ട് അല്ലേ അമ്മേ. കർക്കിടകപ്പുല്ല് എവിടെ? ഇവിടെ കുറച്ച് മരുന്നുണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. ഇതൊന്ന് കർക്കിടകപ്പുല്ല് അല്ലേ അമ്മേ. കർക്കിടകപ്പുല്ല് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഈ വെളുത്ത പൂ ഉണ്ടായി കിടക്കുന്ന സാധനം കണ്ടോ, ഞാൻ കാണിക്കട്ടെ. ഇത് കേട്ടോ, ഇതാണ് കർക്കിടകപ്പുല്ല് അല്ലേ. ഇതിനൊരു ചെറിയൊരു വയലറ്റ് കളറിലുള്ള ഒരു പൂവുണ്ട് ഇതിന് അല്ലേ. ഇതാ നിലപ്പാല. കാണിച്ച് നിലപ്പാല കാണിച്ച് നമുക്ക് വീണ്ടും കാണിക്കാം. നിലപ്പാല അല്ലേ, നിലപ്പാല ഇതാണ് ഈ കിടക്കുന്നതാണ് നിലപ്പാല. കണ്ടോ, കുഞ്ഞതാണ്. ഇതിന് കുറച്ചുകൂടെ വലുത് നമുക്ക് കിട്ടും അല്ലേ. ഇതിന്റെ അകത്ത് പാല് വരും അല്ലേ. ഇത് ചെറുതാണ്. ഇത് ഇതല്ലേ കറുക, ഈ കറുക നമ്മൾ ഉപയോഗിക്കും അല്ലേ. അപ്പൊ ഇത് കറുക, ഇത് ബലിക്കറുക. ഇതാണ് അമ്മേ, ബലിക്കറുക ഇതാണ് അമ്മ. ഇത് മറ്റേ കയ്യുണ്ണി അല്ല. ഇത് നമ്മൾ പക്ഷേ മരുന്ന് കഞ്ഞിൽ ഉപയോഗിക്കത്തില്ല അല്ലെ. ഇത് ഉപയോഗിക്കത്തില്ല. ഇത് കയ്യുണ്ണിയം പോലെ ഇരിക്കും, പക്ഷെ ഇതല്ല കയ്യുണ്ണിയം. അപ്പൊ ഇവിടെ നമ്മളിപ്പോ 3 മരുന്ന് കണ്ടിട്ടുണ്ട്. ഒന്ന് നിലപ്പാല, നിലപ്പാല ഈ കാണുന്ന നിലപ്പാലയാണ്. പിന്നെ ഒന്ന് പർപ്പടകപ്പുല്ല്. പർപ്പടകപ്പുല്ല് ഇവിടെ കുറവാണ്, പക്ഷേങ്കിൽ ഇത് കണ്ടോ, ഇതാണ് പർപ്പടകപ്പുല്ല്. പിന്നെ ഉള്ളത് നമ്മുടെ ബലിക്കറുക. ഈ നിൽക്കുന്നതാണ് പർപ്പടകപ്പുല്ല്. ഇത് കീഴാർനെല്ലിയാണ്. ഇതിന്റെ കൂടെ നിൽക്കുന്നത് കണ്ടില്ലേ, ഇതാണ് പർപ്പടകപ്പുല്ല്. ഞാനൊരു ഇല കൃത്യമായിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു കായ്കളൊക്കെ ആയിട്ടുള്ള ഇതാണ് പർപ്പടകപ്പുല്ല് എന്നറിയപ്പെടുന്നത്. കണ്ടില്ലേ, ഇത് നമ്മുടെ മരുന്ന് കഞ്ഞിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ. ഇത് മരുന്ന് പറിക്കാൻ പോണ അവിടെ വള്ളിയൊഴിഞ്ഞ. ഇവിടെ വള്ളിയൊഴിഞ്ഞ കിടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഈ ഒരു മരത്തിൽ കുറച്ച് വള്ളിയൊഴിഞ്ഞ കിടപ്പുണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ നമ്മളുടെ വള്ളിയൊഴിഞ്ഞ അല്ലേ. വള്ളിയൊഴിഞ്ഞ കണ്ടോ, ഈ ഒരു വള്ളി പോലെ കാണുന്ന സാധനമാണ് വള്ളിയൊഴിഞ്ഞ. ഇതിന്റെ കാത ഇവിടെ ഉണ്ട്, ഒരു കായ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു കാ കണ്ടോ, ഇങ്ങനത്തെ ഒരു കാ വരും ഇതിന്. കണ്ടില്ലേ, ഇത്തരത്തിലൊരു കായും ഇതിനുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പച്ചമരുന്നാണ് പടയിഞ്ച അല്ലെങ്കിൽ തൊട്ടാവാടി അല്ലേ. കണ്ടോ, ടച്ച് മീ നോട്ട്. ഇത് പാടുന്നില്ലല്ലോ. ഓക്കെ,
അപ്പൊ ഇതാണ് മറ്റൊരു പച്ചമരുന്ന് നമ്മുടെ കണ്ടില്ലേ, ഇതും നമുക്ക് പറിച്ചെടുക്കണം. ഇതാണ് പൂവാങ്കൂറുന്നല്ല, കണ്ട നല്ല ഒരു നീല കളറിലുള്ള ഒരു പൂവാണ്, ഒരു വയലറ്റ് പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് നമുക്കൊരു യോട് പറിച്ചെടുക്കാം. ഇതിങ്ങനെ ഇരിക്കും പൂവാങ്കൂറുന്നല്ല അല്ലേ. ഈ ഒരു നീല നിറത്തിലുള്ള പൂവും കണ്ട നല്ല ഭംഗിയുള്ള പൂവാണ്, നീല നിറത്തിലുള്ള പൂവുണ്ട്. ഇത് പൂവാങ്കൂറുന്നല്ല അല്ലേ. വേറൊരു കാര്യമുണ്ട്, അതുപോലെ തന്നെയുള്ള ഒരു വേറെ സാധനമാണ് ഈത്ത്. ഇത് പക്ഷേങ്കിൽ പൂവാങ്കൂറുന്നല്ല, മരുന്ന് കഞ്ഞിയിൽ ഉപയോഗിക്കത്തില്ല അല്ലെ. ഇതിനെന്നെ പേര് പറയുന്നത്? വേനപ്പച്ച എന്നാണ് പറയുന്നത്. വേനപ്പച്ച. അപ്പൊ ഈ വേനപ്പച്ചയും പൂവാങ്കൂറുന്നതും ഒരേ സ്ഥലത്താണ് കാണുന്നത്, രണ്ടും രണ്ടാണ്. മുയൽച്ചെവിയനുണ്ട്. അപ്പൊ ഇത് നമുക്ക് പൂവാങ്കൂറുന്നൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്, വയലറ്റ് പൂവുള്ള ഇതാണ് പൂവാങ്കൂറുന്നൽ കണ്ടില്ല. ഇനി മുയൽച്ചെവിയനുണ്ട് ഇവിടെ. മുയൽച്ചെവിയന്റെ പൂവ് ഇങ്ങനെയാണ്, ചുമന്ന പൂവ്. അതെ, ഇതാണ് മുയൽച്ചെവിയന്റെ പൂവ്. ഇങ്ങനെ വരും ഈ രീതിയിൽ, കണ്ടോ. രണ്ടിന്റെയും പൂക്കൾക്ക് തമ്മിൽ ചെറിയൊരു സാമ്യമുണ്ട് അല്ലെ, ഇലകൾക്കും വ്യത്യാസം. ഇത് പൊട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ വരും ഈ പൂവ്. ഇതിന്റെ ഇല നമുക്കൊന്ന് നോക്കാം. ഇത് തന്നെ എവിടെയാണ് നിൽക്കുന്നത്? അതെ, ഇവിടെ കിട്ടി. യെസ്, ഇതിന്റെ ഇല കണ്ടോ, ഇതിന്റെ ഇല ഈ രീതിയിലായിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ വരും ഇതിന്റെ ഇല. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതും മുയൽച്ചെവിയനല്ലേ മീൻ നിൽക്കുന്നത്? നല്ലത് കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ നല്ലൊരു ചൂടമ്മ പറിച്ചിട്ടുണ്ട്, അത് കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് മുയൽച്ചെവിയൻ ഇരിക്കുന്നത് കണ്ടില്ലേ. മുയൽച്ചെവിയൻ, ഇത് മുയൽച്ചെവിയന. അമ്മ കുറെ മുയൽച്ചെവിയൻ പറിച്ചിട്ടുണ്ട്. ഇതാണ് മുയൽച്ചെവി. ഒരു പൂവാങ്കൂറുന്നൽ ഇങ്ങനെ പറിച്ചമ്മേ. ഈ ചോടിങ്ങ് പറിച്ചു. ഇവിടെ അവിടെ നല്ലതുണ്ടോ? അതും നല്ലതാ. ഇത് മുയൽച്ചെവിയന്റെ ഇല നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് മുയൽച്ചെവിയന്റെ ഇലയെങ്കിൽ പൂവാങ്കുറുന്നിന്റെ ഇല ഇങ്ങനെ ഇരിക്കും കണ്ടോ. ഇങ്ങനെ ഈ രീതിയിലാണ് പൂവാങ്കുറുന്നിരിക്കുന്നത്. നല്ലൊരു പൂവും കൂടെ കൂടിയിട്ട് കണ്ടില്ലേ, ഇങ്ങനത്തെ പൂവും കൂടെ കൂടി. ഇനിയിപ്പോ ഇവിടെ വേറൊരു പച്ചമരുന്നുണ്ട്, അമ്മ തുമ്പ. തുമ്പ ഇവിടെയുണ്ട്. തുമ്പയും കൂടെ പറിച്ചെടുത്തു, പറിക്കാം അല്ലെ. തുമ്പ നിങ്ങൾക്ക് അറിയാലോ, എല്ലാവർക്കും അറിയാവുന്നതാണ് തുമ്പ അല്ലെ. ഇതാണ് കീഴാർ നെല്ലി എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ഈ പച്ച നിറത്തിലുള്ള ഈ വെള്ള കളറുള്ളത് കൊണ്ട് ഇതിന് വെള്ള എന്ന് പറയാം, പച്ച നിറമാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് തന്നെ ചുവപ്പ് നിറത്തിൽ തണ്ടോട് കൂടിയതുകൊണ്ട് അപ്പോൾ ഇലയ്ക്കും ഒക്കെ ചെറിയൊരു ചുവപ്പ് നിറം കാണും. അങ്ങനെ രണ്ട് തരം കീഴാർ നെല്ലികളുണ്ട്, ചുവപ്പും ഉണ്ട്, പച്ചാന്നോ വെള്ളാന്നോ ഒക്കെ പറയുന്ന ഈ ഒരു ടൈപ്പും ഉണ്ട്. ഇതാണ് ചുവന്ന കീഴാർ നെല്ലി കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ നിറവും ആദ്യം കണ്ടതിൻ്റെ ഇലയുടെ നിറവും രണ്ടും രണ്ട് തരമാണ് കേട്ടോ. ഈ കാണുന്നതാണ് കയ്യുണ്യം എന്ന് പറയുന്നത്. ഇത് എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കും, പക്ഷെ നമ്മൾ മരുന്ന് കഞ്ഞിയിലും ഈ കയ്യുണ്യം ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതാണ് കയ്യുണ്യം. നിലപ്പാലയാണ് കിടക്കുന്നത്, ചുമന്ന നിലപ്പാല. രണ്ട് സൈസ് ഉണ്ട്, വെള്ളയുണ്ട് ചുമലയുണ്ട്. പക്ഷെ ചുമലയാണ് നല്ലത് മരുന്ന് കഞ്ഞിക്ക്. വെള്ള നമ്മൾ അപ്പറേ കണ്ടായിരുന്നു. അപ്പൊ ഇത് ചുമപ്പും ഉണ്ട് വെള്ളയുണ്ട് അല്ലേ, രണ്ട് ടൈപ്പ് ഉണ്ട് കണ്ടോ. ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ എടുത്ത് കാണിക്കാം. അത് ഇതിനൊരു കുഞ്ഞൊരു കാ പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ, പാലും ഉണ്ട് അതിന്. ഇത് കട്ട് ചെയ്യുമ്പോ പാല് പോലെ വരും അല്ലേ. തകരയാണ് കേട്ടോ. അപ്പൊ ഇതാണ് തകര. അപ്പൊ ഇതും നമ്മൾ ഇടും, നമ്മുടെ മരുന്ന് കഞ്ഞിൽ തകര നമ്മൾ ഇടാറുണ്ട്. ഇത് ഈ ഇടയ്ക്ക് കിടക്കുന്ന പുല്ലില്ലേ, ഇതിന് പറയുന്ന പേരെന്താ? നിലപ്പുള്ളടി. നിലപ്പുള്ളടി എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് കണ്ടോ, സത്യപുല്ലെന്നും പറയൂ കേട്ടോ. പണ്ടല്ലേ, പണ്ട് നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് അകവും പുറവും നമ്മൾ ഇടുവായിരുന്നു, സത്യപുല്ലെന്നും പറയൂ. അപ്പൊ നമ്മൾ ഇപ്പൊ മരുന്ന് പറിച്ച് ഇവിടെ അമ്പലത്തിലെ കൃഷ്ണന്റെ അമ്പലത്തിന്റെ മുറ്റത്ത് വന്ന് കഴിഞ്ഞ കൊല്ലം നമുക്ക് ഇഷ്ടം പോലെ മരുന്ന് ഇവിടുന്ന് കിട്ടി. ഇപ്പൊ ഈ മഴയുടെ ആയിരിക്കും ഈ മരുന്നുകളൊക്കെ ഇങ്ങനെ ലഭിച്ചു പോവുകയാണ്, മരുന്ന് കുറവാണ്. പക്ഷെ നമുക്ക് ഇവിടെ കൊടലിയൂരിക്ക് നിപ്പുണ്ട്, അത് നമുക്കൊന്ന് പറിച്ചെടുക്കാം. ഉണ്ടായിരുന്നു, പള്ളി പോലെ കിടക്കുമായിരുന്നു കൊടലിയൂരിക്ക്. ഇവിടെ ഒരു കുഞ്ഞു കൊടലിയൂരിക്കുന്ന ഒരു മൂട് കാണുന്നുണ്ട്. അപ്പൊ ഈ കൊടലിയുരുക്കി എന്ന് പറയുന്ന സാധനം, ഇതിപ്പോ ഈ കൊടലിയുരുക്കി എന്ന് പറയുന്നത് ഇതാട്ടോ. ഇതിന്റെ കുഞ്ഞു ഒരു പിങ്ക് കളർ ഫ്ലവർ ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം കണ്ടോ. ഇങ്ങനെ പിങ്ക് കളർ ഫ്ലവർ ഉണ്ട് ഇതിന്. ഇതാണ് കൊടലിയുരുക്കി. ഇതിന് കുഞ്ഞു കായകൾ പോലെ ഉണ്ട് താഴത്തേക്ക് അല്ലേ. അപ്പൊ ഇത് സാധാരണ ഈ പ്രസവിച്ച് കിടക്കുമ്പോൾ ഉപയോഗിക്കാം, പ്രസവിച്ച് കിടക്കുന്നവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കാം. ഇത് വെച്ചിട്ടാണ് കഞ്ഞി വെക്കുന്നത്. അപ്പൊ അവരുടെ കുടല് ചുരുങ്ങാനുള്ള അർത്ഥത്തിലാണ് കൊടലിയുരുക്കി എന്ന് പറഞ്ഞാൽ, വയറൊക്കെ കുറയാനും അല്ലെ, അതിനാണ് ഇതിന് കൊടലിയുരുക്കി എന്ന് വരുന്നത്. അപ്പൊ ഇതാണിത് കൊടലിയുരുക്കി. നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിശ്വസിക്കുകയാണ് കണ്ടോ. ഇതാണ്. അപ്പൊ ഇവിടെ രണ്ട് സൈസ് ഒടിയാമണക്ക് നിപ്പുണ്ട്, ചുമപ്പും ഉണ്ട്, ഒരു ഒരു പച്ച പോലെ ഉണ്ട്. ഈ പച്ചയാണ് നല്ലത്. അല്ല, അതിന് ഈ ഒടിയാമണക്ക് കായ ഞങ്ങൾ പണ്ട് പുല്ലിനൊക്കെ പോകുമ്പോ ഈ ഇതിന്റെ കാ പറിച്ച് തിന്നുമായിരുന്നു. ഇപ്പോഴും തിന്നാൻ ഇതാണ് ഒടിയാവണക്ക് എന്ന് പറഞ്ഞ സാധനം കണ്ടോ. പല പല പുല്ലുകൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഒടിയാവണക്ക് ഉണ്ട്. അത് ഇങ്ങനെ ഇതൊന്ന് പറിച്ചിങ്ങെടുക്കുക അല്ലേ, അപ്പൊ കുറച്ചും കൂടെ കൃത്യമായിട്ട് കാണും കണ്ടോ. ഇതാണ് ഒടിയാവണക്ക് കണ്ടോ. അമ്മ ഇതൊന്ന് പിടിച്ച്
അമ്മ പിടിച്ചു, ഞാനൊന്ന് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഒടിയാവണക്ക് എന്ന് പറയുന്ന സംഭവമാണ്. ഇതിനൊരു കായും ഉണ്ട് മിക്കവാറും എല്ലാ പറമ്പിന്റെ കയ്യാലയിലൊക്കെ കാണും ഇത്. അപ്പൊ ഇതാണ് ഒടിയാവണക്ക്, കണ്ടോ ഇങ്ങനെ നിൽക്കും. ഞാനിപ്പോ ഇച്ചിരി വരുന്നതെന്ന് വെച്ചാൽ ഇത് കാണിക്കാൻ വേണ്ടിയുള്ള ഇതിനാണ് താമസം വരുന്നത്, ഇത് ഇങ്ങനെ കാണിച്ചു വരാനായിട്ട്. കണ്ടോ ഒടിയാവണക്ക്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഒടിയാവണക്കിന്റെ തന്നെ ചുവപ്പാണ്. ഇതിന്റെ തണ്ടിനൊരു ചെറിയൊരു മെറൂൺ ഒരു ചുവപ്പ് കളറുണ്ട്. ഇതാണ് ചുവപ്പ് നിറമുള്ള. അപ്പൊ ഇത് രണ്ടും നമ്മൾ മരുന്ന് കഞ്ഞിയിൽ ഉപയോഗിക്കുന്നതാണ് ഒടിയാവണക്ക്. ഇപ്പൊ ഇവിടെ കുറച്ച് കൃഷ്ണക്രാന്തി കിടപ്പുണ്ട്, അത് നമുക്ക് പറിച്ചെടുക്കാം, അതും മരുന്ന് കഞ്ഞിക്ക് ഉപയോഗിക്കും. ഇവിടെ അതിങ്ങനെ പടന്ന് ഇവിടെ കിടക്കും. കൃഷ്ണന്റെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കൃഷ്ണക്രാന്തി അല്ലേ. നോക്കി വന്നപ്പോ ഇവിടെയൊക്കെ കൊടലൂരിക്ക് നിൽപ്പുണ്ട് കേട്ടോ. അതേ കണ്ടല്ലേ കൊടലൂരിക്ക്, കണ്ടോ ഇതാണ് കൊടലൂരിക്ക്, കണ്ടല്ലേ. അപ്പൊ ഇവിടെയൊക്കെ കൊടലൂരിക്ക് ഇഷ്ടം പോലെ നിൽപ്പുണ്ട് കേട്ടോ. മഴ കയറുന്നു. ഇത് കൂഞ്ഞിലേക്കാണ്, പക്ഷെ തെക്കോട്ടൊക്കെ പറയുന്നതിന് ആനച്ചോടിയാന്നാ. ഇതും വേണം മരുന്ന് കഞ്ഞിക്ക് നമ്മള്. ഇതല്ലേ ഇതൊക്കെ വേരോട് കൂടിയല്ലേ വേരോട് കൂടി പറിച്ചെടുക്കും. മരുന്ന് കഞ്ഞിക്ക് എല്ലാം വേരോടെ പറിക്കണം, വേര് വേണം. ഇതാണ് പെരുകലം. പെരുകലത്തിന്റെ വേരാ നമ്മൾ ഇടുന്നത്. നമ്മളെ അതായത് ഇങ്ങനെ പറിച്ചിങ് എടുക്കണം. ഇത് അയ്യോ പോയി വേര് കിട്ടണം അല്ലേ. വേര് വേണം. അതുപോലെ ഇങ്ങനെ തായ് വേര് വേണം. എന്നിട്ട് ഈ വേര് നന്നായിട്ട് കഴുകിയിട്ട് പൊളിച്ചെടുക്കണം അല്ലേ. ഈ വേരിന്ന് തൊലി പൊളിച്ചെടുക്കണം അല്ലേ. ഇലയൊന്നും ഇടത്തില്ല, വേരിന്റെ തൊലി മാത്രമേ ഇടത്തുള്ളൂ. ഇഷ്ടംപോലെ വേരുണ്ടാവും. ഇതാണ് പെരിങ്ങലം. ഇത് ചെറുകടലാടിയാണ്. ചെറുതും വേറെ വലിയതുണ്ട്. മരുന്ന് കഞ്ഞിക്ക് മരുന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ചെറുതാണ്, ചെറുകടലാടി. ഇതെല്ലാം ചെറുകടലാടിയാണ്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പറമ്പില്. അപ്പൊ ഇത് കണ്ടോ, ഇതാണ് ചെറുകടലാടി. ഇതാണ് നമ്മുടെ കുറുന്തോട്ടി. കുറുന്തോട്ടിയുടെയും വേരെ എടുക്കുള്ളൂ, ഇതിന്റെ തണ്ടു വലിയൊന്നും നമ്മൾ എടുക്കത്തില്ല. കുറുന്തോട്ടിയുടെ വേര. കുറുന്തോട്ടി ഒത്തിരി ഔഷധ ഗുണമുള്ള സാധനമാണ്. കുറുന്തോട്ടി എണ്ണ കാച്ചാന അത് തന്നെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് പറിച്ചെടുത്തിട്ട് ഇതിന്റെ വേരിന്റെ അകത്തുനിന്ന് തൊലിയാണ് ഇതിന്റെ എടുക്കുന്നത് അല്ലേ. അങ്ങനെ തൊലി പൊളിച്ചെടുക്കണം. അപ്പൊ ഈ ഇലയൊന്നും ഉപയോഗിക്കത്തില്ല കുറുന്തോട്ടിയുടെ അല്ലേ, വേര് മാത്രമാണ് ഉപയോഗിക്കുന്നത്. കൊടകലാണ് വേണ്ടത്. ഈ കാട്ടിനകത്ത് ഇങ്ങനെ നിൽക്കുവാണ്. ഇത് വെള്ളം കയറിയത് കൊണ്ട് നമുക്കിത് കിട്ടാൻ ഇച്ചിരി പാടാണ്. ഒത്തിരി ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇതാണ് കൊടകലിന്റെ ഇല. ഇങ്ങനെ ഇത് പിള്ളേര് പണ്ടെടുത്ത് നാക്കെ വെച്ചിട്ട് ശബ്ദം ബീപ്പി പോതുമായിരുന്നു. അതാണ് കൊടകല്. ഇത് നമുക്ക് വേരോട് കൂടി എടുക്കണം അല്ലേ. അത് വേരോട് ഇലയോടും കൂടി എടുക്കാം. എല്ലാ മരുന്നും വേരോട് കൂടി എടുക്കണം അല്ലേ. പിന്നെ ഇതാണ് വരമ്പേക്കൊടുവേലി. വരമ്പേക്കൊടുവേലി കാണിച്ചത്. ഇത് ഈ വരമ്പേക്കൊടുവേലി മരുന്ന് കഞ്ഞിക്ക് മാത്രമല്ല, കാല കയ്യൊക്കെ ഉളുക്കുന്നതിന് ഈ വരമ്പേക്കൊടുവേലിയുടെ വേരരച്ച്. വരമ്പേക്കൊടുവേലും പന്നിക്കുളമ്പും കൂടിയാണ്. പന്നിക്കുളമ്പും കൂടെ പച്ചമഞ്ഞളിനോട് അരച്ചിട്ട് നമുക്ക് കാല ഉളുക്കും. ഇത് വരമ്പേക്കൊടുവേലി. വരമ്പേക്കൊടുവേലിക്ക് കണ്ട ഇങ്ങനെ കുഞ്ഞൊരു പൂവുണ്ട്, ഒരു വെളുത്ത പൂ, ഒരു വെളുത്തൊരു പൂവുണ്ട്, മുട്ട് പോലെ ഇടയ്ക്ക്. അതാണ് വരമ്പേക്കൊടുവേലി. അവിടെ ഉണ്ട് വെള്ളത്തിൽ നിൽക്കുന്ന കുടവല്ല. പക്ഷെ വെള്ളം ആയിപ്പോയി, ഇവിടെ വെള്ളം വരുവാ. ഇങ്ങനെ വെള്ളം കേറിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കണ്ടാനല്ലേ. ഇഷ്ടം പോലെ കുടകൾ കിടക്കണം. നമ്മൾ ആദ്യം അവിടെ പോയി ഇവിടെ ഇഷ്ടം പോലെ പോച്ച പറിച്ചെടുക്കുന്ന, പുല്ല് പറിച്ചെടുക്കുന്നവരെ പറിച്ചെടുക്കാൻ കിടപ്പുണ്ട്. കുടകലും ഉണ്ട്, വരമ്പേക്കൊടുവേലിയുണ്ട്. വരമ്പേക്കൊടുവേലി ഈ വെള്ളത്തിൽ കിടക്കുന്ന മൊത്തം വരമ്പേക്കൊടുവേലിയാണ്. കാണിച്ചു തരാം. ഇതിങ്ങനെ കണ്ടില്ലേ, ഇത് മൊത്തം വരമ്പേക്കൊടുവേലി. ഇതാണ് വരമ്പേക്കൊടുവേലി അല്ലേ. ഇതിപ്പോ ഇവിടെ വെള്ളം കേറിയത് കേട്ടോ, മഴ പെയ്തപ്പോഴത്തേക്കും. ഇതാണ് വരമ്പേക്കൊടുവേലി. ഇതാണ് കയ്യുണ്ണി അല്ലേ. കയ്യുണ്ണിയത്തിന്റെ പൂവ് പോയതാണ് ഇതല്ലേ. ഇത് കായായി പോയതാണ്. നല്ല ഭംഗിയുള്ള പൂവൊക്കെ ഉണ്ടാവും ഇതിന്. അപ്പൊ ഇതാണ് കയ്യുണ്ണിയം. ഇത് നമ്മൾ ഇലയും വേരും എല്ലാം കൂടി സമൂലം എടുക്കണ്ട അല്ലേ. നമ്മുടെ മുക്കൂറ്റി. ഇവിടെ എന്തോരം മുക്കൂറ്റിയാന്നറിയാം. അതെല്ലാം കാട് പോലെ നമ്മുടെ മുറ്റത്ത് പറമ്പിൽ നിൽക്കുന്ന ഇതല്ലേ. മുക്കൂറ്റി എല്ലാം ഇങ്ങനെ പൂത്ത് മഞ്ഞപ്പൂവായിട്ട് അങ്ങനെ നിൽക്കുവാണ്. മുക്കൂറ്റി ആരോഗ്യമുള്ള അടിപൊളി മുക്കൂറ്റിയാണ് ഇതൊക്കെ അല്ലേ. നല്ല ചാന്ത ഉണ്ടാക്കാനൊക്കെ മുക്കൂറ്റി. പണ്ട് ഈ മുക്കൂറ്റി ഞെരടിപ്പിള്ള കർക്കിടക മാസത്തിലുണ്ടല്ലോ, അന്നൊക്കെ മെഴുകുന്ന തറയാ. ഈ തറയിൽ ഒഴിക്കും, കരിയൊക്കെ മെഴുകുന്നതല്ലയോ. അപ്പൊ ആ തറ എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ചാലിച്ചിട്ട് പൊട്ട് തൊടും. അതാണ് മുക്കൂറ്റി ചാന്ത്. ഇതാണ് ഓരില. ഓരിലയുടെ വേരും ഇലയും എല്ലാം നമുക്ക് ഇടാം. പറിച്ചിങ് എടുത്തിട്ട് കഴുകിയിട്ട് നമുക്ക് ഓരില കഞ്ഞിക്കിടാം. പിന്നെ മൂവലയുണ്ട്, അതും നല്ലതാ ഇടാനൊക്കെ. പക്ഷെ ഇവിടെ മൂവല ഇല്ല, അതൊക്കെ തീർന്നു പോയി. ഇതാണ് ഓരില. ഓരിലയാ. വേറൊരു കളറാണ്. ഇതാണ് നമ്മുടെ മരുന്ന് കഞ്ഞിക്ക് ഇറങ്ങുന്ന ഒരു മരുന്ന് കല്ലുരുക്കുക എന്ന് പറയും.
ഇത് ഈ മൂത്രത്തിക്കല്ലിനൊക്കെ നമ്മൾ വെള്ളം തിളപ്പിച്ച് നമുക്ക് കുടിക്കാം. അപ്പൊ ഇത് മരുന്ന് കഞ്ഞിക്ക് ഇത് വേരും ഇലയും എല്ലാം കൂടെ കൂടി സമൂലം നമുക്ക് മരുന്ന് കഞ്ഞിക്കകത്ത് ചേർക്കാവുന്ന ഒരു മരുന്നാണിത്. ഇതിന്റെ പേര് കല്ലുരുക്കി എന്നാണ്. മരുന്നൊക്കെ പറിച്ചതിന് ശേഷം നമ്മുടെ കൂത്താളത്തെ നമ്മുടെ വീട് പണിയുന്നില്ല, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള റോഡാണ് കേട്ടോ. ആ റോഡിൽ നോക്കിയാൽ അവിടെ മുഴുവൻ വള്ളി ഒഴിഞ്ഞ് കിടക്കുവാണ് കേട്ടോ. വള്ളി ഒഴിഞ്ഞുണ്ട്. തഴുതാമ അപ്പുറം ഉണ്ട്, പക്ഷേ ഞാൻ തഴുതാമ എടുത്തതിൻ്റെ അകത്തേക്ക് ആ ഫയൽ കണ്ടില്ല കേട്ടോ, വീഡിയോ കണ്ടില്ല. അപ്പോൾ തഴുതാമയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലുള്ളത് മാത്രമല്ല, മറ്റു പല പച്ചമരുന്നുകളും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മരുന്നുകളെല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി കഞ്ഞി വെക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ പറയാം. ഈ മരുന്നെല്ലാം നന്നായിട്ട് വലിയ പാത്രത്തിൽ വെള്ളത്തിലിട്ടിട്ട് എല്ലാം ഓരോന്നെടുത്ത് കഴുകണം. അതിന്റെ മണ്ണും അഴുക്കും എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം തോരുമ്പോഴേ ഇടിക്കാവൂ. ഉരലുള്ളവരുടെ ഉരലിട്ടിടിക്കുക, ആട്ടുകല്ല് ഉലക്ക ഉണ്ടെങ്കിൽ അതിലിടിക്കുക, ഇല്ലെങ്കിൽ മിക്സിയിലാണെങ്കിൽ അത് ചെറുതായിട്ട് നമ്മൾ കൊത്തി അറിയണം. വല്ല തടിയേലും വെച്ച് കൊത്തി അറിഞ്ഞിട്ട് മിക്സിക്കകത്തിട്ട് കുറേശ്ശെ അത് അരച്ചെടുക്കുക. 3 പ്രാവശ്യം നമ്മൾ അത് ഇടിച്ച് പിഴിഞ്ഞെടുക്കണം. അങ്ങനെയാണ് മരുന്നിന്റെ ഗുണം. മിക്സിയിൽ അധികം അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നില്ല, നമ്മൾ ഇടിച്ച് പിഴിഞ്ഞെടുക്കുക അല്ലെ. ഇടിച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ 3 പ്രാവശ്യം നമ്മൾ ഇടിച്ച് പിഴിഞ്ഞെടുക്കണം. വെള്ളം അതാണ് മരുന്നിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തിൽ ഇടിച്ച് പിഴിഞ്ഞെടുത്തിട്ട് അല്ല, 3 പ്രാവശ്യം നമ്മൾ ഇതിങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ് ആ വെള്ളം നമ്മൾ അരിച്ച് പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ കഞ്ഞി വയ്ക്കുന്നത്. അത് നല്ല കഞ്ഞിക്ക് ഏറ്റവും നല്ലത് ഉണക്കനെല്ല് കുത്തിയ അരിയാണ്. അല്ലെങ്കിൽ ഒരു പുഴുക്കൻ്റെ അരി ആയാലും കൊള്ളാം. ഏറ്റവും നല്ലത് ഉണക്കലരിയാണ് ഈ മരുന്ന് കഞ്ഞിക്ക് നല്ലത്. മരുന്ന് കഞ്ഞി വെച്ച് വാങ്ങാറാകുമ്പോഴത്തേക്കും ശകലം ജീരകവും തേങ്ങ ഉണ്ടെങ്കിൽ ഇച്ചിരി തേങ്ങയും കൂടെ ചുരണ്ടി അങ്ങ് ഇട്ടാൽ മതി, അരയ്ക്കൊന്നും വേണ്ട. അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ചെറു ചൂടോടെ കുടിച്ചാൽ വയറ് നിറച്ച് നമ്മൾ മരുന്ന് കഞ്ഞി കുടിക്കും. നമ്മളിപ്പം കുടിച്ചാൽ പിന്നെ ഓർമ്മ അടുത്ത കർക്കിടക മാസം എന്നാ വരുന്നതെന്ന് ഓർക്കും. ഞാനൊക്കെ ഇഷ്ടം പോലെ മരുന്ന് കഞ്ഞി കുടിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ഒട്ടും പറ്റും. അപ്പൊ മരുന്ന് കഞ്ഞി നമ്മൾ ഉണ്ടാക്കുന്ന ഇന്ന് കാണിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് കുറെ കിടപ്പുണ്ട്. പിന്നെ അതുമല്ല, അമ്മ ഇങ്ങനെ മരുന്നെല്ലാം പറിച്ചുകൊണ്ട് വന്നത് വിഷമിച്ച് അല്ലെ ഒരു പരുവത്തിലായി അമ്മയ്ക്ക്. ഞാനും അമ്മയും കൂടെ കുറെ നടന്ന് മരുന്ന് പറിച്ചു. അപ്പൊ ഇത് കാണിക്കാൻ തന്നെയുള്ള ഒരു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒത്തിരി ആളുകളും പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മരുന്നൊക്കെ കാണിച്ചപ്പോൾ ആർക്കും ക്ലിയർ ആയില്ല, മരുന്ന് മനസ്സിലായില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുള്ള മരുന്നാണ് നമ്മൾ കാണിച്ചത് അല്ലെ. അപ്പൊ നിങ്ങളുടെ ചുറ്റുപാടുള്ള മരുന്നുകൾ വേറെ ആയിരിക്കും, പിന്നെ ഇതിന് പറയുന്ന പേരുകൾ ചിലപ്പോൾ വേറെ ആയിരിക്കും. അങ്ങനെ പല മാറ്റങ്ങളും ചിലപ്പോൾ മരുന്ന് ഉണ്ടാകാം അല്ലെ. അപ്പൊ എന്തായാലും നമ്മൾ മരുന്ന് ഈ ഒരു കർക്കിടക സമയത്ത് കടയെന്നോ അല്ലെങ്കിൽ അങ്ങാടി കടയെന്നൊക്കെ നമ്മൾ മരുന്ന് കൂട്ട് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല നമ്മുടെ ചുറ്റുപാടുള്ള ഈ മരുന്നുകൾ പറിക്കണം. ഒരു കാര്യം അത് തന്നെ. പിന്നെ ഒരു കാര്യമുണ്ട്, വിഷം അടിച്ച മരുന്നുകളൊന്നും പറിക്കരുത് അല്ലെ. അതുപോലെ കീടനാശിനിയും കളനാശിനിയും ഒക്കെ അടിച്ച സ്ഥലത്തെ മരുന്നുകളൊക്കെ പറിക്കാണ്ട് ശ്രദ്ധിക്കുക അല്ലെ. പിന്നെ മുരിങ്ങയുള്ളവർക്കാണെങ്കിൽ മുരിങ്ങത്തൊലി കൊണ്ട് തന്നെ കൂടെ വെട്ടിയിട്ട് അതിന്റെ തൊലി കളഞ്ഞിട്ട് അതും കൂടി ഇടിച്ചു ചേർക്കാം അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ മരുന്ന് കഞ്ഞി നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ പഴയ മരുന്ന് കഞ്ഞിന്റെ വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾ കാണാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമന്റും മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ ഫേസ്ബുക്ക് ഐഡിയും FBയുടെയും അതോടൊപ്പം തന്നെ ഇൻസ്റ്റയുടെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം. അങ്ങനെ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.